വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ ശിവനങ്ങ് പോയ ശേഷമാണെങ്കിൽ സത്യഭാമ രോഹിത്തിനോട് പറയുന്നുണ്ട്, വിഷ്ണുവിനെ പോലെ ഒരുത്തൻ അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ പകുതി ആശ്വാസമായേനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആ ഒരു ശിവൻ്റെ പ്രവൃത്തികളൊക്കെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് സത്യഭാമ അങ്ങനെ പറയുന്നത്. രോഹിത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ, ശാലിനി എന്നേനും കാണിക്കുന്നില്ല. അതിനുശേഷം ശിവനെ ആണെങ്കിൽ വഴിയിൽ വെച്ച് മഹേന്ദ്രൻ കാണുന്നുണ്ട്. മഹേന്ദ്രനാണെങ്കിൽ അവിടെ വണ്ടിയെടുത്ത് പുറപ്പെട്ടത് ശിവനെ തിരിച്ച് വിളിച്ചുകൊണ്ട് ചെല്ലാൻ വേണ്ടി തന്നെയാണ്. അന്നേരം ശിവനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അച്ഛൻ്റെ മുന്നിൽ ഇങ്ങനെ തല ഉന്നിച്ച് നിൽക്കുകയാണ്. അന്നേരം ഇങ്ങനെ താടി ഇങ്ങനെ കൈകൊണ്ട് മഹേന്ദ്രൻ ഉയർത്തിയിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ നീ എൻ്റെ കൂടെ വന്നേ മതിയാവുകയുള്ളൂ. അവിടെ മഹേന്ദ്രനാണെങ്കിൽ നിനക്ക് വേണ്ടി ഒരു പൂട്ട് പണിയുകയാണ്. പക്ഷേ എനിക്ക് അതിന് മുകളിൽ ഒരു പൂട്ട് പണിഞ്ഞ് അവൻ്റെയും അവൻ്റെ മകനും ഒരു പണി കൊടുക്കണം. അതിന് നീ എൻ്റെ കൂടെ വന്നേ മതിയാകൂ എന്നിങ്ങനെ മഹേന്ദ്രൻ വളരെ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ ശിവൻ ഇങ്ങനെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ആ ഒരു സീനെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ശിവൻ അവിടെ മഹേന്ദ്രൻ്റെ കൂടെ പോകുമായിരിക്കും, അതായിരിക്കും കാണിക്കുന്നത്. അതിനുശേഷം അവിടെ റസാഖാണെങ്കിൽ രേഷ്മയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഈ അറിഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് ഒരു കൺക്ലൂഷൻ എന്ന രീതിക്ക് തന്നെയാണ് അവിടെ റസാഖ് രേഷ്മയോട് സംസാരിക്കുന്നത്. ആദ്യമേ ചോദ്യങ്ങളും ചോദിക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ശിവൻ്റെ അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തിയത് ആഗ്രയിലെ യമുനയിലെ മധുരയിലെ ഒരു നദീതീരത്ത് വെച്ചാണ്. അതിനെല്ലാത്തിനും കൂട്ടുനിന്ന് അവസാന ക്രിയയ്ക്ക് വരെ കൂട്ടുനിന്നത് വിഷ്ണുവിൻ്റെ ബാല്യകാല സുഹൃത്തായ രേഷ്മ എന്നിങ്ങനെ പറയുമ്പോൾ ആദ്യമൊക്കെ രേഷ്മ ഇതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവസാനം എല്ലാത്തിനും കൂട്ടുനിന്നത് രേഷ്മ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രേഷ്മ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഒരു വാർത്ത രേഷ്മ പ്രതീക്ഷിക്കാതിരുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു രേഷ്മയുടെ ആ ഒരു മുഖഭാവത്തിൽ നിന്നറിയാം അങ്ങനെ ഒരു സംഭവം സീൻ അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. രേഷ്മ ഇങ്ങനെ അന്തം വിട്ടും നോക്കി നിൽക്കുകയാണ്. ഈ 2-3 സീനാണ് കാണിക്കുന്നത്. അപ്പോൾ അത് വിഷ്ണുവിൻ്റെ ബോഡിയല്ല സംസ്കരിച്ചത് എന്നുള്ളത് അവിടെ വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. രേഷ്മയ്ക്ക് അതൊരു ഷോക്കായിട്ട് നിൽക്കുകയാണ്. അതിന് ശേഷമാണെന്ന് തോന്നുന്നു ആ ഒരു സംസ്കരിച്ച സ്ഥലത്തേക്ക് ശാലിനിയും കൂട്ടിയിട്ട് റസാഖ് പോവുകയൊക്കെ ചെയ്യും. പക്ഷേ അതൊരു വലിയ സങ്കട സീനായിട്ടൊന്നുമല്ല കാണിക്കുന്നത്. അപ്പോൾ അത് വിഷ്ണുവിൻ്റെ അല്ല എന്നുള്ളത് അവിടെ തെളിയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു പക്ഷേ മഹേന്ദ്രനാണെങ്കിൽ ശിവനെ കൂട്ടിക്കൊണ്ടുപോയി ആ ഒരു വിവാഹമൊക്കെ അവിടെ നടത്തുമായിരിക്കും. അപ്പോൾ ആ ഒരു സീനൊക്കെ അവിടെ കഴിയുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ളത് ഒരു വിഷ്ണുവിൻ്റെ തിരിച്ചു വരവിലേക്ക് എന്നോണം ആയിരിക്കും ശാലിനിയും ശാരദാമ്മയും ഒക്കെ പ്രതീക്ഷിക്കുന്ന അവരുടെ ഒരു വിശ്വാസം എന്നപോലെ ഓരോ ദിവസം കഴിയുന്തോറും അച്ഛൻ്റെ ആ ഒരു അവസ്ഥ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആകെ വിഷമിച്ച് അങ്ങനെയുള്ളതുമൊക്കെ സത്യഭാമയ്ക്ക് വരെ സങ്കടമില്ല. വിഷ്ണു വരുമ്പോൾ വരട്ടെ, ഇങ്ങ് വരട്ടെ, അവനോട് ചോദിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള രീതിക്കല്ലേ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷ്ണുവിൻ്റെ വരവിനായിട്ടാണ് ഇനി ആ ഒരു പ്രമോ ആയിരിക്കും ഇനി വരേണ്ടത്. അതിനി എന്നാണെന്ന് അറിയില്ല. എന്തായാലും വിഷ്ണു ഇല്ല എന്നുള്ളൊരു സീൻ ആയിരിക്കില്ല. വിഷ്ണു എന്നൊരു കഥാപാത്രം അവിടെ തിരിച്ചു വരും. പക്ഷെ അതെങ്ങനെയാണ്, ആരാണ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് അടുത്തടുത്ത എപ്പിസോഡുകളിലേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.